ഖൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുറഹിബ് രാജാവുമായിട്ടാണ് യുദ്ധം. നബിയും സഹാബത്തും യുദ്ധത്തിന് വേണ്ടി കോട്ടയുടെ മുമ്പിൽ അണിനിരന്നു. മുറഹിബ് രാജാവ് മാസങ്ങളോളം കഴിഞ്ഞുകൂടാനുള്ള ഈത്തപ്പഴം, ഗോതമ്പും, കോഴിമുട്ടിയും, പാലും, വെള്ളമൊക്കെ കോട്ടയിൽ കയറ്റിയിട്ട് വാതിലടച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് പാലെടുത്ത് വെച്ചു. നബിയും സഹാബത്തും ചെന്ന് നിന്നിപ്പ ഇറങ്ങുന്ന എഴുതിയിട്ട് ഓല ഇറങ്ങണില്ല. കൊണ്ടുപോയ ഭക്ഷണമൊക്കെ ഒരു തലക്കുന്ന് തീരാൻ തുടങ്ങി. അവസാനം ഈത്തപ്പന മുറിക്കാൻ തീരുമാനിച്ചു. വെറുതെ നിന്നിട്ടേ ഈത്തപ്പന ഇങ്ങനെ മുറിക്കുമ്പോ ദേഷ്യം പിടിച്ചിട്ട് ഓല ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈത്തപ്പന മുറിക്കാൻ തീരുമാനിക്കുന്നത് ഖൈബറില്. അങ്ങനെ ഈത്തപ്പന ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാത്രി എല്ലാവരും കിടക്കാൻ പോകാൻ നേരത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഞാൻ ഒരാളുടെ കയ്യിൽ പതാക നൽകും, യുദ്ധത്തിന്റെ കൊടി. അയാൾ കാരണം ഖൈബർ നമുക്ക് ഫത്ഹാവും എന്ന് പറഞ്ഞു. പിറ്റേന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഇന്ന് ജയിച്ചിന കൊടി എല്ലാവർക്കും വേണ്ടി വരുമല്ലോ. അങ്ങനെയാണല്ലോ ഈ സംഗതി. ഇന്ന് എന്തായാലും ജയിക്കും എന്ന് പറഞ്ഞതാണല്ലോ. ആർക്കാ വേണ്ടാത്ത? ആരും പോണില്ല. ഒക്കെ ഇങ്ങനെ തല കാട്ടുക, ഒക്കെ ഇങ്ങനെ കാട്ടുക, ഒക്കെ എന്നൊക്കെ പറഞ്ഞു നോക്കുക. ആ കൊടിന് കിട്ടിയെങ്കിൽ ഇന്നിപ്പോ എന്തായാലും ജയിക്കും എന്ന് പറഞ്ഞതല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ആവശ്യം. നബി തങ്ങൾ അങ്ങോട്ടൊന്നും നോക്കിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ കഴിഞ്ഞപ്പോ ചോദിച്ചു, അലിയാർ എവിടെയെന്ന് ചോദിച്ചു. എവിടെ അലി എന്ന് ചോദിച്ചു. അതിൽ സഹാബത്ത് പറഞ്ഞു, നബിയെ മൂപ്പർക്ക് സുഖമില്ല, തീരെ വയ്യാതെ കിടക്കുകയാണ് പറഞ്ഞു. എന്നാ ആരേലും ഒന്ന് പോയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടാൾക്കാർ പോയി. അലി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്നപ്പം കണ്ണിന് അസുഖം ബാധിച്ചിട്ട് കണ്ണിങ്ങനെ മീക്കാൻ വയ്യാതെ പോള വന്ന് അടഞ്ഞ് തടിച്ചു വീർത്തിരിക്കുന്നു. അങ്ങനെ കണ്ണിങ്ങനെ പിടിച്ചിട്ടാ വന്നേ. ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്തൊന്ന് തേച്ചു കൊടുത്തു. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദൂരെ ഉയരത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പരുന്തുകൾക്ക് താഴെ പതുങ്ങി നീങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ എപ്രകാരം കാണാൻ കഴിയുമോ അതിനേക്കാൾ ദൂരത്തേക്ക് അതിനുശേഷം എനിക്ക് സൂക്ഷ്മമായി കാണാൻ കഴിഞ്ഞിരുന്നു. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. അങ്ങനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായയിലെ ഉമിനീര് പഠിച്ചാൽ തന്നെ അത്ഭുതം തീരൂല. ബാക്കിയൊക്കെ പിന്നല്ലേ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ വിയർപ്പിന് റോസാ പൂവിന്റെ സുഗന്ധമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പെരന്റെ മുന്നിൽ റോസാ കൊമ്പ് 3 എണ്ണം കൊടുന്ന് കുഴിച്ചിടുമ്പോ മനസ്സ് കരുതുക, നബി തങ്ങളുടെ ശരീരത്തിന് ചുവന്ന റോസാ പൂവിന്റെ മണമാണ് എന്ന് ഹദീസിലുള്ളത് കൊണ്ടാണ് ഞാൻ അതിവിടെ കുഴിച്ചിടുന്നത്. എന്നാൽ റോസാ കൊമ്പ് കുഴിച്ചിടൽ ഇഷ്കിന്റെ വഴിയാക്കി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ഇഷ്കിന് വെച്ചിട്ടൊരു പണിയില്ല, എല്ലാ പണിയും അതാണ്. ലക്ഷ്യം ക്ലിയർ ആയാൽ ഇഷ്കിന് എഴുതിയിട്ട് പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല, എല്ലാതും അതാണ്. മക്കം ഫതഹിന്റെ അന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുസ്ലിം ആകുന്നത്. അബൂ ഖുഹാഫ ഉസ്മാൻ എന്നായിരുന്നു മഹാനവറുകളുടെ പേര്. അബൂ ഖുഹാഫ ഒമ്മന പേരാണ്. മക്കം ഫതഹ് നടക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാപ്പാനെ തെരഞ്ഞുപോയി. ഒരുപാട് പ്രായമായിട്ടുണ്ട്, നീച്ചാനോ നടക്കാനോ ഒന്നും വയ്യ. മഹാനായ സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ എനിക്കും എൻ്റെ ദീനിക്ക് വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. വാപ്പാനെ താങ്ങി പിടിച്ച് നടത്തി മെല്ലെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ കൊണ്ടുവന്നു. നബി ഇതിന്റെ വാപ്പയാണ് കലിമ ചൊല്ലി കൊടുക്കുകയായിരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊടുത്ത് വാപ്പ ഏറ്റു ചൊല്ലി. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ അനക്കിന്നോടൊന്ന് വിവരം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, വാപ്പാനെപ്പോ ഈ വയസ്സാം കാലത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടിയെന്നോ, നമുക്ക് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ശക്തമായി പൊട്ടിക്കരഞ്ഞപ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ അബൂബക്കറെ എന്തിനാ കരയണതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ എൻ്റെ വാപ്പ ഈ മുസ്ലിമായ സ്ഥാനത്ത് ഇങ്ങളെ അളാപ്പ അബൂ ത്വാലിബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ കരഞ്ഞത് കാരണം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കറെ ഇങ്ങളെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എൻ്റെ അളാപ്പ മുസ്ലിമാകാൻ നിങ്ങൾക്ക് എന്തത്ര വലിയ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു. അതങ്ങനെ തന്നെയാണ് പറഞ്ഞു. എന്നാൽ അതന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് സയ്യിദ്നാ അബൂബക്കർ സിദ്ദീഖ്.
ഇഷ്കിന് ഇന്നത് ചെയ്യാന്നില്ല, പലതും ചെയ്യും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ശിഫയുടെ മുഖദ്ദിമയിലുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ വാപ്പ ഖത്താബ് മുസ്ലിമാകുന്നതിനേക്കാൾ നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബ് മുസ്ലിമാകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇതേ ചോദ്യം ഉമർ ഖത്താബിനോട് ചോദിച്ചു. അല്ലയോ ഉമറേ, എന്താ അപ്പം നിങ്ങളെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എൻ്റെ എളാപ്പ മുസ്ലിമാണെന്ന് ഇഷ്ടപ്പെടാൻ കാരണം? അപ്പോൾ പറഞ്ഞു, അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അതന്നെയാണ് എനിക്കും ഇഷ്ടം എന്ന് പറഞ്ഞു സയ്യിദ്നാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. അപ്പൊ ഇഷ്കിന് ഇന്ന അമലാണ് എന്നില്ല, പലതും ഉണ്ടാവും അതില്, പല അമലും അതിലുണ്ട്. അബൂ മഹ്ദൂറ എന്ന പേരായിട്ടൊരു സഹാബി ഉണ്ടായിരുന്നു. അബൂ മഹ്ദൂറ നല്ല പ്രമുഖനായ സഹാബിയാണ്. മഹാനവറുകൾ മുടി ഇങ്ങനെ നീട്ടി വളർത്തും, എന്നിട്ട് ആ കുടിയും ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ തലയിൽ കെട്ടും. ഒരു ദിവസം ഒരാൾ ചെന്നിട്ട്, ഒരു സഹാബി എന്നിട്ട് അബൂ മഹദൂറോട് പറഞ്ഞു, അബൂ മഹദൂറ, ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ ചോദിച്ചു. എനിക്ക് ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ എന്ന് ചോദിച്ചു. അല്ലാ തഹ്ലിഖിഹ, നിങ്ങൾക്ക് ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ലാ അഹ്ലിഖുഹ, എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം, ഈ മുടി മാത്രം വിട്ടൂല. എന്താന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, വഖദ് മസ്സഹ റസൂലുള്ളാഹ്, ഈ മുടിമ്മ അള്ളാന്റെ റസൂല് തൊട്ടിരിക്കുന്നു, അതുകൊണ്ട് ഈ മുടി വെട്ടുന്ന പ്രശ്നമേ ഇല്ല. സയ്യിദുനാ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ സഹാബത്തിനെ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാല് ഇത്രങ്ങാനും സംഭവം. ഒരിക്കലൊരു സഹാബി വര്യൻ തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഈത്തപ്പനത്തോട്ടത്തിലെ ഈത്തപ്പനയുടെ അടിഭാഗം ഇങ്ങനെ കൊത്തിക്കിളക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ അബത്തി, എൻ്റെ പൊന്നാരവാപ്പ, വളരെയധികം വിഷമകരമായ ഒരു വാർത്ത പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വാപ്പ ചോദിച്ചു, എന്താ മോനെ വിഷമകരമായ വാർത്ത? അപ്പൊ പറഞ്ഞു, തൂഫിയ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന കൈക്കോട്ട അവിടെ വെച്ചിട്ട് 2 കൈ കൊണ്ട് ഉയർത്തിയിട്ട് ദോരന്നു, അല്ലാഹുമ്മ അദ്ഹിബ് ബസരി ഹത്താ അറാ ഹബീബി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബദാ. പടച്ചോനെ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചെടുക്കണേ. കാലാകാലത്തേക്ക് നബിതങ്ങളെ കാണാവുന്ന അവസ്ഥ ഇനി എന്നാ വരിക വെച്ചാൽ അന്ന് എനിക്കിഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു തന്നാ മതി എന്നാണ് തോരുന്നത്. വാപ്പാനെ കണ്ണൊട്ടൻ്റെ മാതിരി കയ്യും പിടിച്ചിട്ട് മകൻ പെരേക്ക് ഇങ്ങനെ കൊടുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ആ ദുആ ചെയ്തത് കൊണ്ട് സ്വർഗത്തിൽ ദറജ കൂടി എന്നാണ്. അതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ക് കാര്യൻ്റെ മേലിൽ കണ്ണൊട്ടാനൊക്കെ തോരക്കാൻ പറ്റുന്നു ഖുർആനിലുണ്ടോ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ മറുപടി? അത് ഉള്ളോന്ന് തീരുമാനിച്ചോളൂ, ഇജ്ജു പോയി പണി വെക്കുന്ന അതിൻ്റെ മറുപടി. എന്താ ചെയ്യേണ്ടതെന്നേ ഉള്ളോന്ന് തീരുമാനിച്ചോളും. വേറൊരാള് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ശരിക്കും അതിനില്ല. അത് ഉള്ളവനാണ് തീരുമാനിക്കേണ്ട എന്താ വേണ്ടത്.